റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി 3 വർഷം പീഡിപ്പിച്ചെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേടന് നോട്ടീസ് നൽകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചെന്നാണ് യുവ ഡോക്ടറുടെ പരാതി. IPC 376(2)N വകുപ്പനുസരിച്ചാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് വേടൻ പീഡിപ്പിച്ചെന്നാണ് പരാതിക്കാരി മൊഴി നൽകിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് വേടനും പരാതിക്കാരിയും സൗഹൃദത്തിലായത്. തുടർന്ന് യുവതിയുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം കോഴിക്കോടും കൊച്ചിയിലും വെച്ച് പലതവണ പീഡനം നടന്നുവെന്നും പരാതിയിലുണ്ട്. വേടനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നും യുവതി മൊഴി നൽകി. വേടനെ ഉടൻ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഇപ്പോൾ പരാതി തന്നത് ഒരു യുവതിയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കും. ഇന്നലെ മൊഴി എടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത്. 376, 376(2)N IPCയുടെ സെക്ഷൻസാണ് ഉള്ളത്. മാനസികമായി തളർന്നതിനാൽ ചികിത്സയിലായതിനാലാണ് പരാതി നൽകാൻ വൈകിയത് എന്ന് പരാതിക്കാരിയുടെ അഭിഭാഷക വ്യക്തമാക്കി. പരാതി ഉന്നയിച്ചത് മുതൽ വളരെ സങ്കീർണമായ മാനസികാവസ്ഥയിൽ കൂടിയാണ് കടന്നു കൊണ്ടുവന്നത്. കാരണം അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.